ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ്ഡ് ഡാറ്റ സ്ട്രക്ചറിലെ ഹാഷിംഗ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഹാഷിംഗ്? ഹാഷിംഗ് ഈസ് എ ടെക്നിക് ഇൻ ഡാറ്റ സ്ട്രക്ചർ യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡാറ്റ ക്വിക്ക്ലി. ഹാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഡാറ്റ സ്ട്രക്ചറിലൊരു ടെക്നിക്കാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്നായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഡാറ്റ റിട്രീവ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാഷിംഗ് എങ്ങനെ ഇത് പോസിബിൾ ആക്കുന്നത്? ഹാഷിങ്ങിൽ രണ്ട് ടേമും കൂടി വരുന്നുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ് ടേബിളും അതുപോലെ തന്നെ ഹാഷ് ഫംഗ്ഷനും. അപ്പോൾ ഹാഷ് ടേബിളിലായിരിക്കും എന്ത് ചെയ്യുക, ഈ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുക. റോ കോളം ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ വേറെ ടേമാണ് ഇതിൽ വരുന്നത്, ഹാഷ് ഫംഗ്ഷൻ. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ ഈ ഹാഷ് ഫംഗ്ഷനിലൂടെ പോയിട്ട് എന്ത് ചെയ്യും, അതിന് അപ്രോക്സിമേറ്റുള്ളൊരു വാല്യൂ വരും, ഒരു കൺവേർട്ട് ചെയ്യും, ഒരു കീയിലോട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അതിനെ നമ്മൾ ഹാഷ് വാല്യൂ അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയും. അപ്പോൾ ഈ ഇൻഡെക്സും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഇൻഡെക്സിനോട് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസും സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഇൻഡെക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനും അതുപോലെ തന്നെ അതിലോട്ട് സ്റ്റോർ ചെയ്യാനും ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പോസിബിൾ ആക്കും. അപ്പോൾ എന്താണ് ഹാഷ് ടേബിൾ? ഹാഷ് ടേബിൾ ഈസ് എ സ്പെഷ്യൽ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഹെൽപ്പ് സ്റ്റോർ ആൻഡ് ഫൈൻഡ് ഡാറ്റ ക്വിക്ക്ലി. അപ്പം ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാഷിങ് പോസിബിൾ ആക്കുന്ന അല്ലെങ്കിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്ന ഒരു ടേബിളാണ് പറയുന്നത്. തിങ്ക് ഓഫ് എ ലിറ്റിൽ, ഇപ്പോൾ നമുക്ക് വലിയൊരു ഡാറ്റാസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹാഷ് ടേബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സിംഗിൾ റോ, ഒരു യുണീക്ക് നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റനെ നമുക്ക് റിട്രീവ് ചെയ്യാനും അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴിയും. അപ്പം ഈ ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സ്റ്റോർ ഡാറ്റ ഇൻ കീ ആൻഡ് വാല്യൂ പെയർ. അപ്പോൾ എന്ത് ചെയ്യാം, കീ അതേപോലെ തന്നെ അതേപോലെ എന്താ ചെയ്യാം, കീ ആൻഡ് വാല്യൂ പെയർ. അപ്പം നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന് എന്ത് ചെയ്യും, ഒരു കീയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റനെ ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാറ്റക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു കീ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഹാഷ് ഫംഗ്ഷൻ. അപ്പോൾ ഈ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ്, നമ്മളിപ്പോൾ അറേസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇൻഡെക്സ് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ, ഡാറ്റയ്ക്ക്. അതുപോലെ തന്നെ ഒരു ഇൻഡെക്സ് ആണ് ഇത് വരിക. അപ്പോൾ ഇൻഡെക്സിനോട് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് O 1 ആണ് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി അറിയുന്നത്. ഓക്കെ, അപ്പോൾ ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നു, അതിനെന്തുണ്ടാവും, ഒരു കീ വാല്യൂ എന്നില്ല പെയർഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹാഷ് ഫംഗ്ഷൻ? Hash function in data structure is a mathematical function that converts a given input value into a smaller and fixed output value called hash value or hash code. അപ്പോൾ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. കുറേ ഫങ്ഷൻസ് വരുന്നുണ്ട്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. അതെന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കീ അല്ലെങ്കിൽ വാല്യൂവിന് എന്തുണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്മോളറും അതേപോലെ തന്നെ ഫിക്സ്ഡ് സൈസ് ആയിട്ടുള്ള നമുക്കൊരു വാല്യൂ തിരിച്ചു തരും. അതിനെ നമ്മൾ എന്ത് പറയാം, ഹാഷ് വാല്യൂ അല്ലെങ്കിൽ ഹാഷ് കോഡ് എന്നാണ് പറയാം. ദിസ് ഹാഷ് വാല്യൂ ഈസ് ദെൻ യൂസ്ഡ് ആസ് എ ഇൻഡെക്സ്. എന്നിട്ട് ഈ ഹാഷ് വാല്യൂവിന് എന്തുണ്ടാവും, ഇൻഡെക്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഓക്കെ, ആൻഡ് റിട്രീവ് ഡാറ്റ ഇൻ എ ഹാഷ് ടേബിൾ. അപ്പോൾ ഈ ഇൻഡെക്സ് വാല്യൂം എന്നോട് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇൻഡെക്സ് വാല്യൂ അല്ലെങ്കിൽ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡാറ്റനെ എന്ത് ചെയ്യുക, റിട്രീവ് ചെയ്യലും ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഒരു ആപ്പിൾ എന്നുള്ളൊരു ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്ന് വിചാരിച്ചോ. അപ്പോൾ എന്തുണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാഷ് ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഈ ആപ്പിൾ നെല്ലിന് എന്തുണ്ടാവും, കൺവേർട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ 5. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻഡെക്സ് 5ൽ എന്തുണ്ടാവും, ആപ്പിൾ നെല്ല് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബനാന എന്നുള്ളത് കൊടുക്കണം, അതിനെ കൺവേർട്ട് ചെയ്യുന്നത് ഇൻഡെക്സ് 8 ആണ്. അപ്പോൾ ഇൻഡെക്സ് 8ൽ വന്നു കഴിഞ്ഞാൽ ബനാനയും കിട്ടും, 5ൽ വന്നു കഴിഞ്ഞാൽ ആപ്പിളും വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ നമ്മളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആക്ച്വലായിട്ടുള്ള ഡാറ്റയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് നമ്മൾ ഹാഷ് ഫംഗ്ഷനിലൂടെ കയറി വരുന്ന സമയത്ത് ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനൊരു ഹാഷ് വാല്യൂ നമ്മൾ എന്തുണ്ടാവും, ഇവിടെ ക്രിയേറ്റ് ചെയ്യും, ഹാഷ് വാല്യൂ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്തുണ്ടാവും, ഇത് നമ്മളിപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് ഹാഷ് ടേബിളാണ്. അപ്പോൾ ഹാഷ് ടേബിളിൽ എന്തുണ്ടാവും,
ഈ കീ ഇൻഡെക്സ് അല്ലേ, ഈ ഇൻഡെക്സ് ഉണ്ടല്ലോ, ഈ ഇൻഡെക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ആഷ് വാല്യൂ. ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഇൻഡെക്സ് എന്തുണ്ടാവും, ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്തുണ്ടാവും, നമ്മൾ കൊടുത്ത ഈ കീ വാല്യൂ അതിൻ്റെ അപ്പുറത്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ കീ വാല്യൂ ഇൻഡെക്സിൻ്റെ എവിടെ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, ആഷ് ഫംഗ്ഷനാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ആദ്യം കൊടുക്കുന്ന വാല്യൂ ആദ്യത്തെ ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യുന്നില്ല, ആ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആഷ് ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ വാല്യൂ ഏത് ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ആഷ് ഫങ്ഷൻസ് വരുന്നുണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ആഷ് ഫങ്ഷൻസ് എന്തുണ്ട്, ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആഷ് ഫങ്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇനി നമ്മൾ ഈ കൊടുക്കുന്ന വാല്യൂസിനെ ഇൻഡെക്സ് ആയിട്ട്, അതായത് ഇൻഡെക്സ് അല്ലെങ്കിൽ ആഷ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആഷ് ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസാണ് നമ്മളിവിടെ പറയുന്നത്. ഡിവിഷൻ മെത്തേഡ്, അതുപോലെ തന്നെ മിഡ് സ്ക്വയർ മെത്തേഡ്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മെത്തേഡ്, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഒക്കെ പറഞ്ഞുള്ള കുറച്ച് മെത്തേഡുകൾ, ഒരു 4 മെത്തേഡുകളാണ് നമ്മൾ ഇനി ഇവിടെ അടുത്തതായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് എന്താണ്, ഡിവിഷൻ മെത്തേഡ് എന്നില്ല. ദ ഡിവിഷൻ മെത്തേഡ് ഇൻവോൾവ്സ് ലൈക്ക് എ കീ ആൻഡ് ഡിവൈഡ് ഇറ്റ് ബൈ എ സെർട്ടൈൻ നമ്പർ. അതെന്ത് ചെയ്യും, ഈ വാല്യൂവിനെ, ഈ കീനെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് ഒരു സെർട്ടൈൻ വാല്യൂവിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ താഴോട്ട് നോക്കുക, അതിൻ്റെ ഇക്വേഷൻ കൊടുക്കുക, എച്ച് ഓഫ് കെ ഈക്വൽ ടു കെ മോഡ് എം. അപ്പോൾ ഈ ഇക്വേഷനിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ എന്തുണ്ടാകും, കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു കീ അവിടെ വരും. അപ്പോൾ ഇതിൽ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ആണ്, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൻ്റെ സൈസാണ്. പ്രിഫറൻസ് ആസ് എ പ്രൈം നമ്പറാണ് ടേബിളിൻ്റെ സൈസായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതായത് യുണീക്ക് ആയിട്ടുള്ളൊരു ഇൻഡെക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ആ എക്സാമ്പിളിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 79, 68, 82 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വാല്യൂസാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെ മോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 79 എന്നില്ല നമ്മൾ എന്ത് ചെയ്യും, അതിനെ മോഡ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് മോഡ് ചെയ്യുന്നത്, നമ്മൾ ആ ടേബിളിൻ്റെ സൈസ്, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ടേബിൾ അല്ലെങ്കിൽ ബക്കറ്റ്. അപ്പോൾ ഈ ടേബിളിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അപ്പോൾ 79, ഇപ്പോൾ നോക്കുക, കീ 79 ആണ്. 79 എന്ത് ചെയ്യും, 79 നമ്മൾ ആഷ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതാണ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അപ്രോച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ 79 മോഡ് 10. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ, മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ, ഡിവൈഡർ എന്തുണ്ടാവും, 9 ആയിരിക്കും കിട്ടും. അപ്പോൾ എന്തുണ്ടാവും, ഈ ഡാറ്റ ബക്കറ്റിൽ 9 നില ഇൻഡെക്സിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ഉണ്ടാവും 9 നില ഇൻഡെക്സും പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ പറഞ്ഞ കീ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി 68 നമ്മൾ കൊണ്ടുവരുന്നത് വെച്ചെങ്കിൽ 68 10 കൊണ്ട് മോഡ് ചെയ്യുമ്പോൾ അതിലോട്ട് 8 വരും, അത് 8 നില ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യും. 82 അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപോലത്തെ നമ്പർ വന്നു കഴിഞ്ഞാലോ, അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും 69 വന്നു കഴിഞ്ഞാൽ മോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അപ്പോൾ എന്തുണ്ടാവും, അവിടെ 9 എന്നുള്ള സ്ഥലത്ത് എന്തുണ്ടാവും, 2 വാല്യൂ വരും. അപ്പോൾ അവിടെ ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളീഷനാണ്. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ടോപ്പിക്ക്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ കാരണം സ്വാഭാവികമായിട്ടും സംശയം വരും, അവർ 79 68 മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരാം. അപ്പോൾ അവിടെ 69 വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാം സാറേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ നമ്മൾ കൊളീഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ കൊളീഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ റിസോൾവ് ചെയ്യാനുള്ള മെത്തേഡുകളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഡിവിഷൻ മെത്തേഡാണ്. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെ ടേബിളിൻ്റെ സൈസോട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഏതാണോ ഈ ആഷ് വാല്യൂ വരുന്നത് വെച്ചാൽ ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ എന്തുണ്ടാവും, ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നുള്ളതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് സ്ക്വയർ മെത്തേഡാണ്. മിഡ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് സ്ക്വയർ മെത്തേഡ് ഫംഗ്ഷൻ ഈസ് എ യൂണിക്, ദ കീ വാല്യൂ ഈസ് എ സ്ക്വയർ ഇൻ ദിസ് മെത്തേഡ് ആൻഡ് മിഡിൽ ഓർ മിഡ് പാർട്ട് ഓഫ് ദ റിസൾട്ട് ഈസ് യൂസ്ഡ് ആസ് ദ ഇൻഡെക്സ് വാല്യൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന് എന്തുണ്ടാവും, ആദ്യം സ്ക്വയർ കാണും. ഇപ്പോൾ 79 ഒക്കെയാണെന്ന് വെച്ചെങ്കിൽ 79ൻ്റെ സ്ക്വയർ കാണും. സ്ക്വയർ കണ്ടതിന് ശേഷം കിട്ടുന്ന റിസൾട്ടിൻ്റെ മിഡ് സ്ക്വയർ വാല്യൂ എടുത്തിട്ട് ഇൻഡെക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതെങ്ങനെ ചെയ്യുന്നതെന്നില്ല നോക്കാം. താഴെ ഒരു എക്സാമ്പിൾ നമ്മൾ അടുത്ത സ്ലൈഡിൽ നമ്മളൊരു എക്സാമ്പിൾ നമ്മളിതിൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അതിൽ. അപ്പോൾ നോക്കിയാൽ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2199 ലെവലിലെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്.
അപ്പോൾ ഈ വാല്യൂവിന് എന്തുണ്ടാവും, അതിൻ്റെ സ്ക്വയർ കാണും. സ്ക്വയർ കാണുന്ന സമയത്ത് 4835,601 എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ വാല്യൂവിൻ്റെ മിഡ് സ്ക്വയർ എടുക്കും. ഇപ്പോൾ ഇതിൻ്റെ മിഡ് വാല്യൂ ഇപ്പോൾ ഇതിൻ്റെ സ്ക്വയറാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിൻ്റെ മിഡ് പാർട്ട് എടുക്കണം. മിഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 356 ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിൻ്റെ മിഡിൽ വാല്യൂ വരിക. അപ്പോൾ എന്തുണ്ടാവും, ഇതിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ കിട്ടുന്ന വാല്യൂവിനെ പിന്നെ ടേബിളിൻ്റെ സൈസ് വെച്ചിട്ട് മോഡ് കണ്ടിട്ട് ഒരു ഇൻഡെക്സ് കണ്ടിട്ട് അങ്ങോട്ടൊക്കെ. അപ്പോൾ രണ്ട് മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. ഓക്കെ, മിഡ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെ സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ എന്തുണ്ടാവും, മിഡിലായിട്ടുള്ള പാർട്ട് എന്ത് ചെയ്യും, ഇൻഡെക്സ് വാല്യൂ ആയിട്ട് എന്തുണ്ടാവും എടുക്കും. പിന്നീട് ചിലതിൽ കണ്ടിട്ടുണ്ട് ഈ വാല്യൂവിനെ വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ വേറെ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഡിവിഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് വീണ്ടും അതിനെ ചെറിയ ഇൻഡെക്സിലോട്ട് കൊണ്ടുവരും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. വലിയ ഇൻഡെക്സ് ആണൊക്കെ വരിക. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡിങ് മെത്തേഡ്. എന്താണ് ഫോൾഡിങ് മെത്തേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോൾഡിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെ ഈക്വൽ ആയിട്ടുള്ള പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. ഹിയർ ദ ഇൻപുട്ട് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ സൈസ്ഡ് ചങ്ക്സ് ആൻഡ് ആഡഡ് ടുഗദർ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെ ഈക്വൽ സൈസായിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് അതിനെ തമ്മിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യും, ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുന്ന വാല്യൂ ഇപ്പോൾ ഉദാഹരണം പറയാച്ചെങ്കിൽ ഇപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയം, ഇപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, 95073 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് വരുന്നത്. ആ വാല്യൂവിന് എന്ത് ചെയ്യും, 95 + 07 + 3 അങ്ങനെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇതിന് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തതിന് ശേഷം അതിൽ വരുന്ന വാല്യൂ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 10 കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ആ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻഡെക്സ് കണ്ടെത്തുന്നതാണ് ഫോൾഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈഫ് നമ്പർ ബക്കറ്റ് 100 ആൻഡ് ലെസ്, അപ്പോൾ 100 ആണ് അതിൻ്റെ ബക്കറ്റ് വരുന്നത് വെച്ചെങ്കിൽ 99 ആയിക്കാരം വരിക. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിനെ ഡിവൈഡ് ചെയ്തിട്ടോ ഒക്കെ ആയിട്ട് അങ്ങനത്തെ എന്തുണ്ടാവും, കൊണ്ടുവരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ വാല്യൂ കൊണ്ടുവരുന്നതാണ് ഫോൾഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈക്വൽ സൈസ് ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും, പിന്നെ ആഡ് ചെയ്തിട്ട് അതിനൊരു വാല്യൂ കണ്ടെത്തിയിട്ട് അങ്ങനെ ചെയ്യും. അതാണ് ഫോൾഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിന് എന്തുണ്ടാവും, ഇപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അടുത്ത മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിന് എന്തുണ്ടാവും, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊണ്ട് എന്ത് ചെയ്യും, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കൊണ്ട് എന്ത് ചെയ്യും, അതിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഫ്രാക്ഷൻ പാർട്ട് ഓഫ് ദ റിസൾട്ട് ബൈ എ ടേബിൾ സൈസ്. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ ഈ കിട്ടുന്ന വാല്യൂ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന കീനെ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്തുണ്ടാവും, കിട്ടും. 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ്, ഒരു ഫ്രാക്ഷൻ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്തുണ്ടാവും, നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് എടുക്കും. ആ ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ ടേബിളിൻ്റെ സൈസ് കൊണ്ട് വീണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഇക്വേഷൻസ് ആണ്, ഒരു ഫോർമുലയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ബിറ്റ്വീൻ 0 to 1. അപ്പോൾ സാധാരണഗതിയിൽ 0.618 അതിന് ന്യൂത്ത് കോൺസ്റ്റൻറ്റ് എന്നാണ് അതിന് പറയാറ്. അപ്പോൾ അത് കൊളീഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ കൊണ്ട് എന്ത് ഉണ്ടാവും, അത് മൾട്ടിപ്ലൈ ചെയ്യാൻ ചെയ്യുക. 0-ൻ്റെയും 1-ൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഫ്രാക്ഷൻ വാല്യൂ. അപ്പോൾ കൊളീഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണത് കേട്ടോ, 0.618 എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ എന്തുണ്ട്, എക്സാമ്പിളിൽ നോക്കാം. കീ നമ്മൾ 24 ആണ്. ടേബിളിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. 10 വാല്യൂസ് ആണ് സ്റ്റോർ. അപ്പോൾ ഇൻഡെക്സ് എന്തുണ്ടാവും, 0 മുതൽ 9 വരെ ആയിരിക്കും ഇൻഡെക്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പം എന്തുണ്ടാവും, 24നെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഈ കോൺസ്റ്റൻറ്റ് വാല്യൂ 0 to 1 ഇടയ്ക്കുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂ കൊണ്ട് നമ്മൾ അതിന് എന്തുണ്ടാവും, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എക്സാമ്പിൾ നോക്കാം. ഇവിടെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണ്. അതേപോലെ തന്നെ ടേബിളിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അപ്പോൾ 24നെ നമ്മൾ എന്ത് ചെയ്യും, 10 നമ്മൾ എന്ത് ചെയ്യും, 24നെ നമ്മൾ ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ 0.618 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന് നമ്മൾ 14.832 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടുന്നു.
അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ പാർട്ടിന് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യും ടേബിൾ സൈസ് കൊണ്ടാണ്. ഇതിൻ്റെ ഫ്രാക്ഷൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.832 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, 8.3 നമുക്ക് 32 എന്നിൽ കിട്ടുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഫ്രാക്ഷണൽ പാർട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 8 ആണ്. അപ്പോൾ എന്തുണ്ടാവും, ഇതിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 24 എന്നുള്ളത് എന്ത് ചെയ്യുക, 8 എന്നുള്ള ഇൻഡെക്സിലായിരിക്കും വാല്യൂ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഫ്ലോറിംഗ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് നമ്മൾ ആഷ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷിംഗ് എന്താണ്, ആഷ് ടേബിൾ എന്താണ്, ആഷ് ഫങ്ഷൻ എന്താണ്, അതുപോലെ തന്നെ കോമൺലി യൂസ് ചെയ്യുന്ന ആഷ് ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതകളുണ്ട്. ആഷ് ഫങ്ഷൻസ് എന്താണ്, അതേപോലെ തന്നെ ആഷിംഗ് ഫങ്ഷൻ എന്താണെന്നുള്ള ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സാമിന് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ അഡ്രസ്സിംഗ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ.